CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടികൂടി. എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടികൂടിയത്. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി 4000 കിലോ മത്സ്യം പിടിച്ചെടുത്തു. പറപ്പൂക്കര കോന്തിപുലം പാടത്ത് സാമൂഹ്യവിരുദ്ധരുടെ മദ്യപാനം കർഷകർക്ക് ദുരിതമാകുന്നു. കൃഷിപ്പണിക്കിടെ കുപ്പിച്ചില്ലുകൾ തറച്ച് കർഷകർക്ക് പരിക്കേൽക്കുന്നത് പതിവാകുന്നു. ഉദ്ഘാടനം നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാനാകാതെ അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ്. നിർമ്മാണത്തിലെ അപാകത മൂലം ചോർന്നൊലിച്ച് കെട്ടിടം. ശമ്പളവും പെൻഷനും സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന ധനകാര്യ വകുപ്പിന്റെ നിലപാടിൽ ആശങ്കയോടെ ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം. നിലവിൽ 7 മാസത്തെ ശമ്പളം കുടിശ്ശിക. വാർത്തകൾ വിശദമായി. CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിന്റെ ജനൽപാളികളും മുൻവശത്തെ വാതിലും ഫർണിച്ചറും കൊടിമരവും ഗുണ്ടാസംഘം തകർത്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. 3 അംഗ സംഘമാണ് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഓഫീസ് തല്ലി തകർത്തത്. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീടിന്റെ മുൻവശത്തെ വാതിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടടിച്ച് കേടുവരുത്തി. വീടിന് മുന്നിലുണ്ടായിരുന്ന 2 ബൈക്കുകളും അടിച്ച് നാശമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘം ദേവസ്വം ഓഫീസിലെത്തി വാൾവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണി മുഴക്കിയതായും പറയുന്നു. 2 ദിവസം മുമ്പ് PA ദേവിദാസിന്റെ വീട് ഇതേ സംഘം ആക്രമിച്ചിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശിന്റെയും വീടിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. സംഭവമറിഞ്ഞ് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് KK വത്സരാജ് ആരോപിച്ചു. എത്രയും പെട്ടെന്ന് പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. നേരത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേരെയും കടന്നാക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ വീടുകളിലേക്കും ഇതുപോലെ തന്നെയുള്ള കടന്നാക്രമണം ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിന്റെ നേരെയുള്ള ഈ കടന്നുകയറ്റത്തിന് വഴിയൊരുക്കിയതെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകളെ അടിയന്തരമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവിടെ സമാധാനാന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യമൊരുക്കേണ്ടത് ഉത്തരവാദപ്പെട്ട പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിലുള്ള നടപടി ഇവിടുത്തെ പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. സംഭവത്തെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. നേരത്തെ വീടാക്രമണ കേസിൽ പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും പ്രതികളെ പിടികൂടിയിരുന്നില്ല. TCV ന്യൂസ്, കയ്പമംഗലം. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പരിശോധനയിൽ പിടിയിലായി. ഫിഷറീസ്, കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഔസോയുടെ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ട് പിടികൂടിയത്. 12 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള കിളിമീൻ ഇനത്തിൽപ്പെട്ട 4000 കിലോ മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെയും അഴീക്കോട് കോസ്റ്റൽ ഇൻസ്പെക്ടർ NA അനൂപിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായായിരുന്നു ബോട്ട് പിടിച്ചെടുത്തത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. ഉപയോഗയോഗ്യമായ 1,51,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. കോസ്റ്റൽ പോലീസ് SI PP ബാബു, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷെനിൽകുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാടത്തിരുന്ന് സാമൂഹ്യവിരുദ്ധരുടെ മദ്യപാനം കർഷകർക്ക് ദുരിതമാകുന്നു. പറപ്പൂക്കര കോന്തിപുലം പാടത്തെ കർഷകർക്കാണ് ദുരവസ്ഥ. മദ്യപാനികളുടെ ഇടത്താവളമായി മാറുകയാണ് പറപ്പൂക്കര പഞ്ചായത്തിലെ കോന്തിപുലം വെസ്റ്റ് ധനുക്കുളം പാടശേഖരങ്ങൾ. തൊട്ടടുത്തുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യവും ബിയറും വാങ്ങി പാടത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് കുടിച്ച ശേഷം വലിച്ചെറിയുന്ന കുപ്പികളാണ് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ദുരിതമാകുന്നത്.
പാടത്ത് നിലമൊരുക്കാനെത്തുന്ന കർഷകരുടെ കൈകാലുകളിൽ ചില്ല് കയറി മുറിവേൽക്കുന്നത് പതിവായിരിക്കുകയാണ്. 2 വർഷത്തിലേറെയായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി കർഷകർ പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. രാത്രികളിലാണ് മദ്യപാനികൾ പാടശേഖരത്തിലെത്തുന്നത്. ഇരുട്ട് വീണാൽ ഹെക്ടർ കണക്കിന് വരുന്ന പാടത്തിന്റെ പലയിടങ്ങളിലും പാതയോരത്തും മദ്യപ സംഘങ്ങളെ കാണാം. കുടി കഴിഞ്ഞ് കുപ്പികൾ പൊട്ടിച്ച് പാടത്തേക്ക് എറിയുകയാണ് പതിവ്. ഒരാഴ്ചയോളമായി നിലമൊരുക്കാൻ പാടത്തിറങ്ങിയ നിരവധി കർഷകർക്കാണ് ചില്ല് തറച്ച് പരിക്കേറ്റത്. 100 കണക്കിന് ചില്ലുകുപ്പികളാണ് തൊഴിലാളികൾ പാടത്തു നിന്നും കണ്ടെത്തിയത്. പാടത്തു നിന്നും മദ്യപാനികളെ തുരത്താൻ പോലീസ് ഇടപെടണമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. പിരിവെടുത്ത് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാനാകാതെ അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓഫീസ് കെട്ടിടം നിർമ്മാണം പൂർത്തിയായെങ്കിലും ഉദ്ഘാടന ശേഷമാണ് ചോർച്ചയറിയുന്നത്. കൂടാതെ ഓഫീസിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ലഭിച്ചിട്ടില്ല. വൈദ്യുതി കണക്ഷനും കൂടി ഇല്ലാത്ത അവസ്ഥയിലാണ് കെട്ടിടം ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്നത്. പ്രളയം ബാധിച്ച സ്ഥലമായതിനാൽ ഫയലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് 1-ാം നിലയിൽ സൗകര്യമൊരുക്കിയപ്പോഴാണ് ചോർന്നൊലിക്കുന്ന അവസ്ഥയുണ്ടായത്. നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് ഇടയാക്കിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഫെബ്രുവരി 29 നടന്ന ഉദ്ഘാടന ചടങ്ങ് ആഘോഷമാക്കാൻ ചിട്ടി നടത്തിപ്പുകാരിൽ നിന്ന് വരെ പിരിവെടുത്തിരുന്നു. നിന്നുതിരിയാൻ ഇടമില്ലാത്ത പഴയ ഓഫീസിൽ നിന്ന് സൗകര്യമുള്ള നല്ല ഓഫീസിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിച്ച് പിരിവ് നൽകിയവരും നിരാശയിലാണ്. പഴയ ഓഫീസ് ബലക്ഷയം സംഭവിച്ച അവസ്ഥയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് VR സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയുടെ പദ്ധതിയിലാണ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഒരുക്കിയത്. ചോർച്ചയടച്ച് ഫർണിച്ചർ ഒരുക്കി വൈദ്യുതി കണക്ഷൻ ലഭിച്ച ശേഷം ഇനി എന്ന് അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് തുറക്കുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. TCV മാള. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ശമ്പളവും പെൻഷനും മറ്റു ചിലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ല എന്ന ധനകാര്യ വകുപ്പിന്റെ നിലപാടിൽ ആശങ്കയോടെ ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം. കലാനിലയം ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 200ഓളം സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ചിലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്നും കണ്ടെത്തണമെന്ന നിലപാട് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കലാനിലയത്തിന് വെല്ലുവിളിയാകും. സർക്കാരിൽ നിന്നും ഗ്രാന്റായി ഓരോ വർഷവും അനുവദിക്കുന്ന 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്ഥിരം ജീവനക്കാരടക്കം 16 പേർക്കുള്ള ശമ്പളവും വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈഫൻഡും നൽകി വരുന്നത്. ഇത് തന്നെ കൃത്യസമയത്ത് കിട്ടാറില്ലെന്ന് കലാനിലയം അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ 7 മാസത്തെ ശമ്പളവും മറ്റും കുടിശ്ശികയാണ്. കഥകളി ട്രൂപ്പിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് തനത് വരുമാനമായി കലാനിലയത്തിനുള്ളത്. ഈ സീസണിൽ മാത്രം 100ഓളം അരങ്ങുകൾ കിട്ടിയെങ്കിലും എല്ലാ വർഷവും പ്രതീക്ഷിക്കാനാവില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നു. 1965 നിർമ്മിച്ച ഹാള് ദയനീയ അവസ്ഥയിലായതോടെ കല്യാണം, യോഗങ്ങൾ, കഥകളി അവതരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള വാടകയും ഇല്ലാതായി. കഥകളി അവതരണങ്ങൾക്ക് മേഖലയിലെ കോളേജുകളെയും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയുമാണ് സംഘടനകൾ ആശ്രയിക്കുന്നത്. സർക്കാരിൽ നിന്നുള്ള ധനസഹായം നിലച്ചാൽ ആട്ടക്കഥ കൊണ്ട് സാഹിത്യ ചക്രവാളം പിടിച്ചടക്കിയ ഉണ്ണായി വാര്യരുടെ പേരിലുള്ള സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് കലാനിലയം അധികൃതർ വ്യക്തമാക്കുന്നു. ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സാംസ്കാരിക വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കലാനിലയം ഭരണസമിതി. TCV ഇരിങ്ങാലക്കുട. പൂവത്തൂർ മേഖലയിൽ അജ്ഞാത ജീവിയുടെ കടിയേറ്റ് 2 പേർക്ക് പരിക്ക്. പൂവത്തൂർ സ്വദേശികളായ പെരിങ്ങാട് മണി, ഭാര്യ ഇന്ദിര എന്നിവർക്കാണ് കുറുനരി എന്ന് സംശയിക്കുന്ന ജീവിയുടെ കടിയേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ മുല്ലശ്ശേരി പറമ്പന്തള്ളി ക്ഷേത്ര പരിസരത്തും പൂവത്തൂർ മുള്ളന്തറ പള്ളിക്കു സമീപവും കഴുതപ്പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. നിരവധി തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും അജ്ഞാത ജീവി ആക്രമിച്ചിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു. ചേരോത്ത് നിത്യാനന്ദന്റെ പശുവിനും കടിയേറ്റിട്ടുണ്ട്. നാട്ടുകാർ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും അജ്ഞാത ജീവിയെ കണ്ടെത്താനായില്ല. ദേശീയപാത പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശി പൂവത്തൂക്കാരൻ വീട്ടിൽ ഷിബുവിനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചുകടന്ന ഷിബുവിനെ ചാലക്കുടി ഭാഗത്തു നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു. റോഡിൽ അബോധാവസ്ഥയിൽ കിടന്ന ഇയാളെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത തിരുവത്ര അത്താണിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അകലാട് മൂന്നേനി ബീച്ച് സ്വദേശി തെരുവത്ത് അസീഫിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അസീഫിനെ ചാവക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഗുരുവായൂർ ക്ഷേത്രം വടക്കേനടയിലെ താൽക്കാലിക പന്തൽ തകർന്നു വീണു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് പന്തൽ നിലംപൊത്തിയത്. ഈ സമയത്ത് ഉച്ചപൂജ നിവേദ്യത്തിനായി ക്ഷേത്രനട അടച്ചിരിക്കുകയായിരുന്നു. മുള ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് താഴെയുണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ ആർക്കും പരിക്കില്ല. മുള ഉപയോഗിച്ച് കെട്ടിയതിന് മുകളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് പന്തൽ കെട്ടിയിരുന്നത്. ഒരു ഭാഗത്ത് തൂണില്ലാതെ 2 ആഴ്ച മുൻപാണ് പന്തൽ കെട്ടിയത്. ടൈലുകൾ പൊളിക്കേണ്ടി വരും എന്നതിനാലാണ് തൂണുകൾ ഒഴിവാക്കിയത്. തൂണുകൾ കൊണ്ടുവന്ന പന്തൽ വീണ്ടും കെട്ടാനുള്ള ശ്രമം ആരംഭിച്ചു. കുന്നംകുളം അഞ്ഞൂരിൽ വീടിന് തീയിട്ടു. വാടകയ്ക്ക് താമസിക്കുന്ന അജിത്തിന്റെ വീടിനാണ് തീയിട്ടത്. അഞ്ഞൂർ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണം വീട്ടുകാർ പെരുന്നാളിന് പോയ സമയത്താണ് തീയിട്ടിട്ടുള്ളത്. തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മല്ലാട് സ്വദേശി മൻസൂറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം കുറുക്കൻപാറ സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ ഷിബുവിനെയാണ് 2 അംഗ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. രാവിലെ നടക്കാൻ ഇറങ്ങിയ ഷിബുവിനെ ബൈക്കിലെത്തിയ 2 പേർ ആക്രമിച്ച് കടന്നുകളയുകയായിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ കടൽ ഭിത്തിയുടെ സംരക്ഷണ വല കത്തിനശിച്ചു. ആറ്റുപുറം ദേവാലയത്തിന് സമീപമായിരുന്നു സംഭവം. കടപ്പുറത്തെ കാറ്റാടി മരങ്ങളുടെ ഉണങ്ങിയ ഇലകൾക്ക് തീയിട്ടതിനെ തുടർന്നാണ് നൈലോൺ സംരക്ഷണ വല കത്തിനശിച്ചത്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മുൻപും സമാനമായ രീതിയിൽ ഇവിടെ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധർ പതിവായി തമ്പടിക്കുന്നതായി പരാതിയുണ്ട്. ചാഴൂരിൽ സ്കൂൾ ബസ് റോഡിലെ കുഴിയിൽ താഴ്ന്നു. അന്തിക്കാട് നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിലേക്ക് എൽത്തുരുത്ത് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളുമായി വന്ന ബസ്സാണ് ചാഴൂർ ചേറ്റക്കുളം അന്തോണി വളവിന് സമീപം താഴ്ന്നത്. ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച കുഴിയിലാണ് ബസ് താഴ്ന്നത്. വരന്തരപ്പള്ളി കച്ചേരിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം കയ്യേറിയതായി ആരോപണം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് മെമ്പറും CPM പ്രവർത്തകരും കരാറുകാരനും ചേർന്ന് സ്ഥലത്ത് അതിക്രമിച്ചു കയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി വരന്തരപ്പള്ളി സ്വദേശി ഹനീഫ വലിയകത്ത് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താനും ഭാര്യയും ജോലിക്ക് പോയ സമയത്ത് CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് അതിക്രമിച്ചു കയറി JCB കൊണ്ട് സ്ഥലവും കിണറും അടിച്ചു തകർത്ത് 14 അടി താഴ്ചയിൽ കുഴിയെടുത്തതായാണ് പരാതി. ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണെന്നും താൻ CPM ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനവും ലോക്കൽ കമ്മിറ്റി അംഗത്വവും രാജിവെച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയതെന്നും ഹനീഫ പറഞ്ഞു. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെയും പുന്നിയൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും ചാവക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനവും ചേറ്റുവ രാമു കാര്യാട്ട് സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഡിസംബറിൽ നടത്താൻ തീരുമാനമായി. മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, വാട്ടർ അതോറിറ്റി പദ്ധതികൾ, ഹാർബർ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നതായും സമയബന്ധിതമായ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സ്ഥലമെടുപ്പ് നടപടികൾ സ്വീകരിക്കാനും MLA നിർദ്ദേശം നൽകി. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി, കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീന, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നീലിമ H, മിനി TS, അഡീഷണൽ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, പൊതുമരാമത്ത്, റോഡ്, കെട്ടിടം, പാലം വിഭാഗങ്ങൾ, വാട്ടർ അതോറിറ്റി, KFRFB തുടങ്ങിയ വകുപ്പുകളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ മണ്ണാംകുന്ന് പ്രദേശത്ത് പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും അറിയിച്ച് പഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകി. മണ്ണാംകുന്ന് പ്രദേശത്ത് യുവജന സംഘം ക്ലബ്ബാണ് അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി, ക്ലർക്ക് ശ്രീരാഗ്, ഓഫീസ് അസിസ്റ്റന്റ് ടിറ്റോ ജോൺസൺ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ഉത്തരവ് സംഭവസ്ഥലത്ത് പതിക്കുകയും ചെയ്തു. വിവാദമായ ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ മാറ്റി സ്ഥാപിച്ചു. കോയമ്പത്തൂരിലെ പ്ലാന്റിൽ നിന്നും എത്തിച്ച പുകക്കുഴലാണ് ഘടിപ്പിച്ചത്. ബ്ലോവറും ഇതിന്റെ പൈപ്പുകളും ഘടിപ്പിച്ച് ഈ ആഴ്ചയിൽ തന്നെ ക്രിമിറ്റോറിയം പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും.
ഒക്ടോബർ 3-നായിരുന്നു കാലപ്പഴക്കത്താൽ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. ഇതോടെ നഗരസഭയുടെ ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ മൃതസംസ്കാരങ്ങൾ മുടങ്ങിയിരുന്നു. നഗരസഭാ പ്രദേശത്തെ മൃതദേഹങ്ങൾ മേലൂർ, കൊരട്ടി പഞ്ചായത്തുകളിലെ ക്രിമിറ്റോറിയങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോലീസ് വിളക്ക് ആഘോഷിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സ് IG K. സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായി. വിളക്കാഘോഷത്തിന്റെ 9ാം ദിവസമായ ചൊവ്വാഴ്ച TG കൃഷ്ണയ്യർ വക വിളക്ക് ആഘോഷിക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ നെല്ലൂർ PS ബാലമുരുകൻ, PS സാരംഗൻ എന്നിവർ നാഗസ്വര കച്ചേരി അവതരിപ്പിക്കും. അതിരപ്പള്ളി പൊകലപ്പാറയിൽ കാട്ടാനകൾ റോഡിലിറങ്ങിയതോടെ ചാലക്കുടി MLAയുടെ അടക്കം 5 വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്നു സനീഷ് കുമാർ ജോസഫ് MLAയുടെ വാഹനവും മറ്റു വാഹനങ്ങളുമാണ് കുടുങ്ങിയത്. ഓലപ്പാറയിലെ ആനത്താരയിൽ 3 ആനകൾ റോഡിൽ നിലയുറപ്പിച്ചതോടെ ഇതുവഴി വാഹനങ്ങൾക്ക് കടന്നുപോകാനായില്ല. ഫോറസ്റ്റ് അധികൃതരെത്തി ആനകളെ കാട്ടിലേക്ക് കയറ്റിവിട്ടതിന് ശേഷമാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിഞ്ഞത്. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പിടിച്ചിട്ടിരുന്ന വാഹനങ്ങൾക്ക് ശാപമോക്ഷം. നിരവധി വർഷങ്ങളായി പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് തന്നെ ഈ വാഹനങ്ങൾ കൂട്ടിയിട്ടത് കാരണം ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ പുറത്തുവെക്കേണ്ട അവസ്ഥയായിരുന്നു. ലേലം ചെയ്തതിനെ തുടർന്ന് വാഹനങ്ങൾ ഇവിടെ നിന്നും നീക്കി തുടങ്ങി. ഇതോടെ സ്റ്റേഷന്റെ കോമ്പൗണ്ട് ഏതാണ്ട് വൃത്തിയായി. കൊച്ചിൻ പാലത്തിന് സമീപത്തുള്ള വാഹനങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അനധികൃത കളിമണ്ണ് ഖനനത്തിൽ വിജിലൻസ് കേസെടുത്ത ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KS കരീമിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിക്ക് മത്സ്യക്കുളം നിർമ്മിച്ചു നൽകി ഈ കുളത്തിൽ നിന്നും അനധികൃതമായി ലോഡ് കണക്കിന് കളിമണ്ണ് കടത്തിയെന്നാണ് ആരോപണം. അഴിമതി മൂടിവെച്ച ഉപസമിതി അംഗങ്ങളെയും കേസിൽ പ്രതിപട്ടികയിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആൻഡോ പോൾ V, P മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആറ്റിങ്ങലിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ തൃശൂർ ജില്ലാ ടീമിനു വേണ്ടി പങ്കെടുത്ത കടമ്പോട് സ്വദേശിനി ഉഷ മാണി 3 ഇനങ്ങളിൽ സ്വർണവും 1 ഇനത്തിൽ വെള്ളിയും നേടി. ലോങ് ജമ്പ്, 100 മീറ്റർ ഓട്ടം തുടങ്ങിയ ഇനങ്ങളിലാണ് 62 വയസ്സുള്ള ഉഷ മാണി സ്വർണം നേടിയത്. റിലേയിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി. 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന ദേശീയ മീറ്റിൽ കേരളത്തിനെ പ്രതിനിധീകരിക്കാനുള്ള യോഗ്യത നേടിയ ഉഷ കഴിഞ്ഞ വർഷത്തെ ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ 4 ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. പല്ലാവൂർ സമിതിയുടെ ഈ വർഷത്തെ തൃപ്പേക്കുളം ഗുരുസ്മൃതി പത്മജ്യോതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തൃപ്പേക്കുളം പുരസ്കാരത്തിന് പിണ്ടിയത്ത് ചന്ദ്രൻ നായരും പല്ലാവൂർ ഗുരുസ്മൃതി അവാർഡിന് പരക്കാട് തങ്കപ്പന്മാരാരും അർഹരായി. പത്മജ്യോതി പുരസ്കാരങ്ങൾക്ക് പ്രിയദർശിനി ഗോവിന്ദ്, കലൈമാമണി നെല്ലൈ D കണ്ണൻ, കുഴൂർ വിജയൻ മാരാർ, കാവശ്ശേരി കുട്ടിക്കൃഷ്ണൻ പിഷാരടി എന്നിവർ അർഹരായി. ഡിസംബർ 3 മുതൽ 8 വരെ നടക്കുന്ന വാദ്യോത്സവത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കലാമത്സരങ്ങൾ സൗഹാർദ്ദമായ അന്തരീക്ഷത്തിൽ നടക്കണമെന്ന് MP പറഞ്ഞു. 4 ദിനങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് 6700-ൽ പരം പ്രതിഭകളാണ്. NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ, DVLP സ്കൂൾ എന്നിവിടങ്ങളിലെ വേദികളിലായി നവംബർ 18 മുതൽ 21 വരെയാണ് കലോത്സവം അരങ്ങേറുന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷകർത്താക്കൾ പങ്കാളികളാകുമ്പോഴാണ് വേറെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവം കുട്ടികളുടേതായിട്ട് നടന്നു പോകട്ടെ. അവിടെ ജയിക്കുകയും തോൽക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ. അത് അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുഴപ്പങ്ങളുണ്ടാകാതെ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവം അന്തിക്കാട് ഹൈസ്കൂളിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് ഹൈസ്കൂൾ, KGMLP സ്കൂൾ, പുത്തൻപീടിക GLPS, പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് HSS എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. ദേവദാസിയായി മാറാതിരിക്കാൻ മംഗല്യ പന്തളം
ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഗുരുവായൂരിൽ കൊടിയേറി. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ജയശ്രീ, ജനറൽ കൺവീനർ TM ലത തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി 20 വേദികളിൽ 313 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഉപജില്ലയിലെ 107 സ്കൂളുകളിൽ നിന്നായി 6470 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കൊടകരയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നടന്നു. ഉപജില്ലയിലെ 85 വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച വരെ നീളുന്ന കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചൊവ്വാഴ്ച ബെന്നി ബെഹനാൻ MP നിർവഹിക്കും. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണശാലയിൽ പരിശോധന നടത്തി. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ 3000 പേർക്കുള്ള ഉച്ചഭക്ഷണമാണ് പ്രതിദിനം തയ്യാറാക്കുന്നത്. ഇരിഞ്ഞാലക്കുട സ്വദേശിനി ഷൈനി ഫ്രാങ്കിന് ഗർഷോം രാജ്യാന്തര പുരസ്കാരം. അർമേനിയയിൽ നടന്ന ചടങ്ങിൽ ഷൈനി ഫ്രാങ്ക് പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിന് പുറത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച മലയാളികൾക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായ ഗർഷോം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. കുവൈറ്റ് കേന്ദ്രീകരിച്ചാണ് ഷൈനി ഫ്രാങ്കിന്റെ പ്രവർത്തനങ്ങൾ. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 17ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വാദ്യങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചു കൊണ്ടുവന്നു. തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ് യജ്ഞാചാര്യൻ. 1ാം ദിവസം വരാഹാവതാരം, തുളസിക്കതിർ അർച്ചന എന്നിവ നടന്നു. EV കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം ഭാരവാഹികളായ എളങ്ങള്ളൂർ മന ഗിരീശൻ, അജിത് കുമാർ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കാളത്തോട് മാർ തിമോഥയോസ് മെമ്മോറിയൽ ഓർഫനേജിന്റെ 62ാം വാർഷികം മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ഓർഫനേജ് ഡയറക്ടർ ഫാദർ നിംസൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ക്ലർജി സെക്രട്ടറി ഫാദർ KR ഇനാശു, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ഫാദർ ലാസർ മടത്തുംപടി, രാജൻ ജോസ്, ജേക്കബ് ബേബി ഒലക്കെങ്കിൽ എന്നിവർ സംസാരിച്ചു. ഒരു രീതിയിൽ പറഞ്ഞാൽ അനാഥരല്ല, മറിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, പഞ്ചായത്ത് അംഗം ബേനസീർ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. 71ാമത് കൊടുങ്ങല്ലൂർ താലൂക്ക് സഹകരണ വാരാഘോഷം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് M ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, TM നാസർ, ബേബി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പുതിയ മതിയായ അർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധ പതിപ്പിച്ചതനുസരിച്ചുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അഖിലേന്ത്യാ വാരാഘോഷവും അതോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സഹായികളുടെ സംഗമവും ചർച്ച ചെയ്യും. ഇവിടെയാണെങ്കിൽ സെമിനാറിന് ബന്ധപ്പെട്ട വിഷയവും വളരെ പ്രധാനപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു പുതിയ രീതിയിൽ വരുന്നതുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം, മനസ്സിലായില്ലേ, സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്നാണ് ഈ സെമിനാറിന്റെ വിഷയം തന്നെ. അത് എനിക്ക് തോന്നുന്നു സംഘങ്ങൾ തമ്മിലുള്ള ഏതൊക്കെ തരത്തിൽ വളരെ വിശദമായിട്ട് പറയുമല്ലോ. അപ്പോൾ അത്തരം പുതിയ ടോപ്പിക്, പുതിയ വിഷയം സംബന്ധിച്ചൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്തായാലും ന്യൂജൻ ബാങ്കുകൾ നമ്മളോട് അനുവർത്തിക്കുന്ന മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പോലും പൈസ ഒക്കെ കുറവ് വരുന്ന, അങ്ങനെ പൈസ കുറവ് വരുന്നത് സംബന്ധിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച് അവസാനത്തെ കണക്കെന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. അത്രയും രൂപയാണ് നമ്മുടെ ആളുകളിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്ന നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളെ ഡിമോറലൈസ് ചെയ്യാൻ, മോശക്കാരാക്കുന്ന രീതിയിലുള്ള പുതിയ അതുകൊണ്ട് സമൂഹത്തിൽ
ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ നവജാത ശിശുക്കൾ വെന്തുമരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ബാലസംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിനു സമീപം സംഘടിപ്പിച്ച പരിപാടി ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യശ്വന്ത് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം നിലീമ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അമീൻ, കൺവീനർ രമേശ് ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,219 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടികൂടി. എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടികൂടിയത്. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി 4000 കിലോ മത്സ്യം പിടിച്ചെടുത്തു. പറപ്പൂക്കര കോന്തിപുരം പാടത്ത് സാമൂഹ്യവിരുദ്ധരുടെ മദ്യപാനം കർഷകർക്ക് ദുരിതമാകുന്നു. കൃഷിപ്പണിക്കിടെ കുപ്പിച്ചില്ലുകൾ തറച്ച് കർഷകർക്ക് പരിക്കേൽക്കുന്നത് പതിവാകുന്നു. ഉദ്ഘാടനം നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാനാകാതെ അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ്. നിർമ്മാണത്തിലെ അപാകത മൂലം ചോർന്നൊലിച്ച് കെട്ടിടം. ശമ്പളവും പെൻഷനും സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന ധനകാര്യ വകുപ്പിന്റെ നിലപാടിൽ ആശങ്കയോടെ ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം. നിലവിൽ 7 മാസത്തെ ശമ്പളം കുടിശ്ശിക. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.